നെഗറ്റീവ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ നെഗറ്റീവ്? അങ്ങനെ ഒരു ഒന്നില്ല. അതായിരുന്നു എൻ്റെ സംശയം. നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറഞ്ഞ് ജനങ്ങളെ ഇതാക്കുകയാണ്. ആ വീട്ടിൽ പണത്തിൻ്റെ ഒഴുക്ക് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വടക്ക് ഭാഗം നോക്കും. വീടിൻ്റെ വടക്ക് ഭാഗത്ത് അടവാണോ, കിഴക്ക് ഭാഗത്ത് എന്താണ്, ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ആണ് ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്. ഒരു ഡ്രമ്മിനകത്തോ ഇതിനകത്തോ വെള്ളം പിടിച്ചു വയ്ക്കുക. ഇപ്പോൾ കിണർ കറക്റ്റ് സ്ഥാനത്ത് കിണറാണെങ്കിൽ നമുക്ക് ധനം വരും. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ വാസ്തുവിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പോൾ പുണ്യത്തിൽ നമ്മളിപ്പോൾ 2ാമത്തെ എപ്പിസോഡാണ് വാസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി വാസ്തുവിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യം എനർജികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ശാസ്ത്രം തന്നെ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമാണ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്നുള്ളത്. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള ഒരു എനർജിയും ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറുന്നല്ലാതെ അത് ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ സൃഷ്ടിക്കാനോ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ എനർജിയും വാസ്തുവും തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്ന് സാർ പറഞ്ഞിരുന്നു. സത്യത്തിൽ ഈ നെഗറ്റീവ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ നെഗറ്റീവ്? അങ്ങനെ ഒരു ഒന്നില്ല. അതായിരുന്നു എൻ്റെ സംശയം. നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറഞ്ഞ് ജനങ്ങളെ ഇതാക്കുകയാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചില തോന്നലുകൾ അത് നെഗറ്റീവ്. ഇപ്പം നമ്മുടെ വീട്ടിൽ അടിക്കടി തെറ്റായ ചില ക്രിയേഷൻസ് തെറ്റായ രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കാരണങ്ങൾ നിമിത്തം കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഗ്രഹനാഥന് സുഖമില്ലാതെ വരുന്നു, വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും അത്ര ഇതാകുന്നില്ല, ആകെ ഒരു അസ്വസ്ഥത. ഇതാണ് നെഗറ്റീവ് എനർജി. അല്ലാതെ ഈ എനർജി നമ്മൾ പോസിറ്റീവ് ആക്കും. ഈ ഒരു എനർജി മറ്റൊരു രീതിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇത് അടിസ്ഥാനപരമായി ശാസ്ത്രം പറയുന്നത് എന്ത് തന്നെ അത് തന്നെയാണ് വാസ്തു ചെയ്യുന്നത്. അത് തന്നെയാണ് വാസ്തു ചെയ്യുന്നത്. അപ്പം സാർ പറഞ്ഞു ഇപ്പം ഒരു എനർജി ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞു. മനസ്സിലായി. ഏറ്റവും ലളിതമായ രീതിയിൽ അങ്ങനെയാണ് പറയുക. അപ്പം എൻ്റെ സംശയം എന്ന് വെച്ചാൽ ഒരു എനർജി നമ്മൾ നെഗറ്റീവാണ് അല്ലെങ്കിൽ നമുക്ക് ഇന്നത് മൂലമാണ് ഇന്ന കാരണം സംഭവിക്കുന്നത് നമ്മൾ എങ്ങനെ നിർണ്ണയിക്കുന്നത്? ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പം അതിനകത്ത് പല സാധനങ്ങളും ദിക്ക് മാറി അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ വേണ്ടാത്ത സ്ഥാനങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും. ഇപ്പം വീട്ടിലേക്ക് ചെല്ലുകയാണ്, സാറേ ഞങ്ങൾക്ക് ഒത്തിരി കാശുണ്ട്, ഞങ്ങൾക്ക് എല്ലാ തരങ്ങളിലും പൈസ വരുന്നുണ്ട്, അവിടെ വരെ വരും, പിന്നെ അങ്ങോട്ട് ചിലവാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യണം തെക്ക് പടിഞ്ഞാറ് മൂല, തെക്ക് കിഴക്കേ മൂല, ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റി കിടപ്പുണ്ടോ? തെക്ക് കിഴക്കേ മൂലയിൽ സെപ്റ്റിക് ടാങ്കോ ജലങ്ങളോ ജലാശയങ്ങളോ അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വേസ്റ്റ് കുഴി, കൈ കഴുകി ഒഴിക്കുന്ന വാഷ് ബേസിൻ്റെ ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് ചെറിയൊരു പിറ്റുണ്ടാക്കി ആ കോർണറിൽ കൊണ്ട് താത്തിട്ടുണ്ടാവും. ഇങ്ങനെ വല്ലതും ഉണ്ടോ? അതാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കൂടെ ഏറ്റവും കോർണറിൽ കൊണ്ട് ബെഡ്റൂമിനകത്ത് ബാത്റൂം സ്ഥാപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴിയെടുത്ത് താത്തിട്ടുണ്ടോ അവിടെ ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് പൊങ്ങി വെയിറ്റ് കൂട്ടി തെക്ക് പടിഞ്ഞാറ് മൂല താഴ്ന്ന് അങ്ങനെ വരുമ്പോഴും ഇതിൻ്റെ ഒഴുക്ക് തിരിച്ചാവും. നമുക്ക് വീട്ടിലേക്ക് കിട്ടേണ്ട സാധനങ്ങൾ വരുന്ന വഴിക്ക് ഒഴുകിപ്പോവും, തിരിച്ചു പോവും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട നമ്മൾ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതകാലത്തിലെ മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ചായിരിക്കും ആളൊരു ഗൃഹം നിർമ്മിക്കുന്നത്. അതെ. അപ്പോൾ അതിനുശേഷം പിന്നീട് അവരുടെ വീട്ടിലേക്കുള്ള പണത്തിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ ഈ ധനം സംഭരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അതിൽ വാസ്തു വഹിക്കുന്നൊരു പങ്ക് എന്താണ്? നമ്മൾ സാധാരണ ഇപ്പോൾ എല്ലാവരും തന്നെ വീടുകൾ ഒരു എഞ്ചിനീയറെ കൊണ്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ അതെല്ലാം ചെയ്യിച്ചിട്ട് പ്ലാനെല്ലാം വരച്ചു കഴിഞ്ഞാൽ ഒരു വാസ്തു കൺസൾട്ടൻറ്റിനെ കൊണ്ട് കാണിക്കാറുണ്ട്. ഇതിനകത്ത് കറക്റ്റ്, കാരണം അവർക്ക് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് മാത്രമേ നോക്കേണ്ടുള്ളൂ. ആ വീടിൻ്റെ ബാലൻസിങ്, സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് അവരതാണ് നോക്കുന്നത്. വീട് എങ്ങനെ ഭാരം അതിൻ്റെ കറക്റ്റ് ലെവൽ ചെയ്ത് പോകാമെന്ന്. നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞ പോലെ വീടിൻ്റെ വടക്കുന്നും കിഴക്കുന്നുമുള്ള എനർജി വീട്ടിൽ വന്നിട്ട് തെക്ക് പടിഞ്ഞാറ് അകത്തുകൂടി റൊട്ടേറ്റ് ചെയ്ത് അകത്തുകൂടി എല്ലായിടങ്ങളിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്, നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അതിന് ഇത് ഈ AC വയ്ക്കുന്നവർ വന്നിട്ട് ഇത്ര ടൺ AC വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടും എന്ന് നോക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ വീട്ടിൽ താമസിച്ചാൽ അതിനകത്തുള്ള ഊർജ പ്രവാഹം കൃത്യമാണോ എന്ന് നോക്കുന്നത്. ഓക്കെ. അങ്ങനെ നോക്കിയിട്ട് വേണ്ട ജനലുകളും വാതിലുകളും പോരായെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് മാറ്റിക്കും.
ഇപ്പോൾ എഞ്ചിനീയർ വച്ചിരിക്കുന്ന വാതിലുകളോ ജനലുകളൊക്കെ വ്യത്യാസം വരുത്തണം. നമ്മൾ വാസ്തുശാസ്ത്ര പ്രകാരം ഓരോന്നിനും ഓരോ സ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരമാണെങ്കിൽ ഇതെല്ലാം കറക്റ്റായിട്ട് വരും. നമ്മുടെ വീട്ടിലേക്ക് അതിൻ്റെ നിശ്ചിതമായ അളവിലുള്ള മുറികളിൽ നിശ്ചിതമായ രീതിയിൽ കാറ്റും വെളിച്ചവും വായുവും കടന്നു കിട്ടിക്കഴിഞ്ഞാൽ 90% ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ ഹാപ്പിനെസ് വരുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരുവിധം സന്തുലനമായിട്ട് പോയാലേ അതെ വരുള്ളൂ. മനസ്സമാധാനമാണ്. അപ്പം പലർക്കും ഇപ്പൊ ഭൗതികമായി നോക്കുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പണം തന്നെ പറയാം. പണം തന്നെയാണ്. വാസ്തു ശരിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വാസ്തുവിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ പണം സമ്പാദിക്കാൻ പറ്റും, അല്ലെങ്കിൽ സമ്പാദിക്കാൻ പറ്റുമോ? ഇപ്പം പണം ആണ് എല്ലാവരുടെയും ലക്ഷ്യം. അതെ, പണത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഓടുന്നത്. അതെ, നമുക്ക് വേണ്ടതും വേണ്ടാത്തതും എല്ലാം പണത്തിലൂടെ കാര്യങ്ങൾ നടക്കും. നമ്മൾ ആദ്യം പണം, ആ വീട്ടിലെ പണത്തിൻ്റെ ഒഴുക്ക് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വടക്ക് ഭാഗം നോക്കും. വീടിൻ്റെ വടക്ക് ഭാഗത്ത് അടവാണോ, കിഴക്ക് ഭാഗത്ത് എന്താണ്, ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ആണ് ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്. ഇത് കറക്റ്റായിട്ട് വടക്കുന്നുള്ള എനർജി നമുക്ക് കിട്ടുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്നുണ്ട്, വടക്ക് ഭാഗം താഴ്ന്നാണ്, തെക്ക് ഭാഗം ഉയർന്നാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ആ വീട്ടിലുള്ള എല്ലാം നന്നായി പോകും. നമുക്ക് വേണ്ടതും എല്ലാം അത് തന്നെയാണല്ലോ. ചിലർ ഈ ഒരു കുബേരനെ കൊണ്ട് വെക്കുന്നതും ലാഫിംഗ് ബുദ്ധയെ കൊണ്ട് വെക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അതിലേക്ക് ശാസ്ത്രീയത എത്രത്തോളം ആധികാരിക? ലാഫിംഗ് ബുദ്ധ നമ്മുടെ വാസ്തുവിൽപ്പെട്ടതല്ല, അത് ചൈനീസ് വാസ്തുവിൻ്റെ ഇതിൽ വരുന്നതാണ്. അതിൻ്റെ എനർജി എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അവരത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പലരും ചൈനീസ് ഇതുണ്ട്. പിന്നെ ചാടുന്ന കുതിരയുണ്ട്. കുതിരയെ വെച്ചിട്ട് നമ്മൾ അവിടെ വീട്ടിൽ സമ്പദ് വ്യവസ്ഥ ശരിയാക്കാറുണ്ട്. അങ്ങനെ വെക്കാനാണെങ്കിൽ നമുക്ക് ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ഓരോ ഉപകരണങ്ങളും ഓരോ വസ്തുക്കളും അതിൻ്റെതായിട്ടുള്ള ഓരോ പർപ്പസുകൾ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഈ കുതിര നമ്മുടെ വീട്ടിലുള്ള എനർജി മാറ്റിയെടുക്കുകയാണ്. എനിക്കിപ്പം ജോലിക്ക് പോകുന്നതിൽ പോയി ഭയങ്കര മടി. ഒരു ചാടി നിൽക്കുന്ന കുതിര അല്ലെങ്കിൽ 7 കുതിരകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവരുടെ ഊർജപ്രവാഹം മാറും. ഇതിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു വെക്കുന്നത്. അതുപോലെ ദൃഷ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ദൃഷ്ടി ഭയങ്കര പ്രധാനപ്പെട്ട ഭയങ്കര പ്രധാനപ്പെട്ട. അപ്പോൾ ദൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം വാസ്തുവിൻ്റെ ഒരു പങ്ക് എങ്ങനെയാണ്? ദൃഷ്ടി അകറ്റാനോ അല്ലെങ്കിൽ ദൃഷ്ടി മാറ്റാനോ ദൃഷ്ടി ദോഷം കുറയ്ക്കാനോ ഒക്കെ? ദൃഷ്ടി ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ഇപ്പോൾ ഈ ചില ആൾക്കാർ വന്ന് കണ്ണേറ് ദോഷം, അതെ അതെ, നാവേറ് ദോഷം എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള ദോഷങ്ങളൊക്കെ മാറാനായിട്ട് സാധാരണ നമ്മൾ പണ്ട് കാലങ്ങളിൽ കള്ളിച്ചെടി വളർത്തുക. ഇന്നിപ്പോൾ നമ്മൾ ദൃഷ്ടി ഗണപതിയുടെ ഫോട്ടോ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ധനലക്ഷ്മിയോ മഹാലക്ഷ്മിയൊക്കെ നമ്മൾ വീടിൻ്റെ ചില കോർണറുകളിലൊക്കെ വെച്ച് കൊടുക്കും വീട്ടിലേക്ക് വരാൻ. പിന്നെ കുബേരൻ വടക്ക് ഭാഗത്ത് കുബേരൻ്റെ ഒരു ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ ചെറിയൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ കുബേരൻ്റെ ഫോട്ടോ, ലാഫിംഗ് ബുദ്ധ അല്ല കുബേരൻ. അതെ, കുബേരൻ വയറിനൊക്കെ ചാടി ആളല്ല. അതെ അതെ അതെ, അതൊരു തെറ്റിദ്ധാരണയാണ്. ഒരു തെറ്റിദ്ധാരണയാണ്. ആ കുബേരൻ്റെ പ്രതിമ നമ്മൾ വടക്ക് ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇത് ചെയ്യാൻ പറ്റും. ഇതൊന്നും അല്ലെങ്കിൽ പോലും നേരെ വടക്ക് ഭാഗത്ത് ഒരു ഡ്രമ്മിനകത്തോ ഇതിനകത്തോ വെള്ളം പിടിച്ചു വയ്ക്കുക. വെള്ളത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് നമുക്ക് വീട്ടിൽ വെള്ളം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണല്ലോ. അതെ, ഒരു ഡ്രമ്മിനകത്ത് ഇപ്പോൾ കിണർ കറക്റ്റ് സ്ഥാനത്ത് കിണറാണെങ്കിൽ നമുക്ക് ധാനം വരും. വടക്ക് ഒരല്പം കിഴക്കോട്ട് മാറിയിട്ടുള്ള സ്ഥാനത്ത് അതിന് കിണറിൻ്റെ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ ഗുരുവായൂരപ്പൻ കോടീശ്വരനാണ്. ഗുരുവായൂരപ്പൻ്റെ വടക്കുറ വലിയ കുളമല്ലേ? അതെ 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 അതെ. അത് അവിടെ നിന്നുള്ള ഇത് നമുക്ക് കിട്ടും. അതിന് പകരമായിട്ടാണ് നമ്മൾ ചെറുതായിട്ട് രീതിയിൽ ഇത് വെക്കുന്നത്. ജലസ്രോതസ് വീടിൻ്റെ അകത്ത് ഉണ്ടാക്കി വെക്കുന്നത്. അഗ്നി കുറവുള്ളിടത്ത് നമ്മൾ തെക്ക് കിഴക്ക് ഭാഗത്തൊരു വിളക്ക് കത്തിച്ച് വെക്കാൻ പറയും. അയ്യോ വിളക്ക്, അത് ദൈവമല്ല, നീ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു ചുവന്ന ബൾബ് തെളിച്ചിട്ടാലും മതി കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ വിളക്ക് തെളിക്കുന്നതിനെ കുറിച്ച് അത് ഈ പറഞ്ഞ പോലെ ഭക്തിയുടെ ഒരു ആസ്പെക്റ്റിൽ മാത്രമല്ല. ഇപ്പം വിളക്ക് കത്തിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ഇതിനകത്ത് കുറച്ച് തീ കത്തിക്കുക, കനലൊക്കെ കൂട്ടിയിടുക.
അഗ്നിയുടെ എനർജി കൂട്ടുക. ഇപ്പം തെക്ക് കിഴക്ക് ഭാഗത്ത് ഇതുപോലെ വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാവും. നമ്മുടെ ആധാരം പണയത്തിലായിരിക്കും. പണയത്തിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പലിശ അടച്ചടച്ചടച്ച് നമ്മൾ പോകും. സാർ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ കൺസൾട്ടൻസി ഉണ്ട്, അനുഭവത്തിലും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, സ്ഥിരമായി കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും ആളുകൾ പ്രീ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള വില്ലകൾ വാങ്ങാറുണ്ട്, അപ്പാർട്ട്മെന്റുകൾ വാങ്ങാറുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ഒരു സ്ട്രക്ചർ ആയിരിക്കും, എല്ലാം ഒരേപോലെ പക്ഷേ ഈ ഇരിക്കുന്ന സ്ഥാനങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. ഒരേ കൺസ്ട്രക്ഷൻ ആയിരിക്കും, പക്ഷെ ഭൂമിയിൽ ചിലപ്പോൾ വേറൊരു വശത്തായിരിക്കും. ഈ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ വില്ലകൾ, ഇൻഡിപെൻഡന്റ് വില്ലാസ്, ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ തെക്ക് കിഴക്ക് മൂലയുടെ തൊട്ടപ്പുറത്തായിരിക്കും മറ്റൊരാളുടെ വടക്ക് കിഴക്കൻ മൂല. അതെ, അയാളുടെ വടക്ക് കിഴക്കൻ മൂലയിൽ നിന്ന് കണക്ഷൻ കൊടുത്ത് ഇപ്പുറത്ത് ചിലപ്പോൾ വെള്ളം വരും, തെക്ക് കിഴക്കൻ മൂല വരും. അതെ, അങ്ങനെ അതിൽ വ്യത്യാസങ്ങൾ, അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണ്ട ചെറിയ പരിഹാരങ്ങൾ. അപ്പോൾ കൺസ്ട്രക്ഷനിൽ സ്ട്രക്ചറൽ മാറ്റങ്ങൾ വരുത്താതെ തന്നെ നമുക്ക് ഇതിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ പുതിയ വീടുകൾ വാങ്ങാൻ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതിലെ വാസ്തു എന്താണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നന്ദി സാർ, ഒരുപാട് സന്തോഷം.